കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മൂമ്മ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു ഇടിയപ്പവും ചായയൊക്കെ കുടിച്ചു. കുഴപ്പമില്ല, ഭേദമായിട്ട് കിടക്കുന്നു. ഡിസ്ചാർജൊന്നും ആയിട്ടില്ല. ഇങ്ങനെ ഓരോ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഇന്ന് തനിയെ ഒരു ഇടിയപ്പമൊക്കെ കഴിച്ചു. ഇന്ന് രാവിലെ നല്ല മഴയാണ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലായിടത്തും മഴയായിരിക്കുമല്ലോ. ഉണ്ടോ? 2 ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ ചെറിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് ഒരു ജോലി ലഭിച്ചു എന്ന് വെച്ചാൽ, അവരെ ഒരു ജോലി ഏൽപ്പിച്ചു. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സെൻസസ് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണല്ലോ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ. കുറേ പേർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഓഫീസിൽ പോയി ഡ്യൂട്ടി ചെയ്യണം. അതുകൂടാതെ വീട്ടിലെ ജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ മൊത്തം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സെൻസസ് ഡ്യൂട്ടി. അപ്പോൾ അവരാകെപ്പാടെ സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് ഏറ്റെടുത്തതിൻ്റെ ആ ഒരു വിഷമം, എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ എന്നവരുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് പതിഞ്ഞു കഴിഞ്ഞു. എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. അപ്പം അതിനെ മറികടക്കാൻ, ആ ജോലിയോട് നമുക്ക് ആത്മാർത്ഥമായി എങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സെൻസസ് ഡ്യൂട്ടി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ആദ്യമേ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഏത് ജോലിയാണെങ്കിലും, സെൻസസ് ഡ്യൂട്ടി ആയാലുമുള്ള ഏത് ജോലിയായാലുമുള്ള, എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം അവനവനിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഇതിനെ മറികടക്കും, ഞാനിത് ചെയ്യും, ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനിത് ചെയ്യും. ഇപ്പം 500 വീടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യമേ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യണം. ഒരു 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഞാനിത് തീർത്തിരിക്കും, അത് ആസ്വാദ്യകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആസ്വാദ്യകരമായ രീതിയിൽ അതിനെടുക്കുക. ഇന്ന് ഞാൻ 50 വീട് കയറും, എന്നെക്കൊണ്ട് ഇത് പറ്റും, അങ്ങനെ ഞാൻ 10 ദിവസം കൊണ്ട് ഇത് തീർത്തിരിക്കും. അവരവർ തന്നെ ഒരു സ്വയം തീരുമാനമെടുക്കുക. അങ്ങനെ രാവിലെ സന്തോഷത്തോടു കൂടി ഏത് ജോലി കിട്ടിയാലും നമ്മളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്നാലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യമേ ഒരു വീട് കയറി, അപ്പം ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ, എനിക്ക് ഈ വീട്ടിൽ വന്ന് സെൻസസ് ഡ്യൂട്ടി എടുക്കാൻ കഴിഞ്ഞല്ലോ, അതിന് നന്ദി. വീണ്ടും അടുത്ത വീട്ടിൽ കയറണം. അപ്പോഴും പറയണം, ദൈവമേ, എനിക്ക് ഉടനെ തന്നെ അടുത്ത വീട്ടിലും കയറാൻ കഴിഞ്ഞു. പിന്നെ ഓരോ വീടുകൾ കയറും തോറും നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം നന്ദി പറയുന്നതിന് നമുക്ക് വീണ്ടും നമുക്ക് കൂടുതൽ വീടുകൾ കയറാനും കൂടുതൽ നമുക്ക് ഡ്യൂട്ടികൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാനും കഴിയും. അങ്ങനെ 10 ദിവസം കൊണ്ട്, അല്ല അതിന് മുന്നേ തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് എന്താ വേണ്ടിയത്? അവരവരിൽ തന്നെ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കണം. എന്ത് വന്നാലും ഞാൻ ഇന്നിത് ഏറ്റെടുത്തിരിക്കും, ഇത് സന്തോഷപൂർവ്വം ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനിത് തീർത്തിരിക്കും, അങ്ങനെ ഒരു സ്വയം തീരുമാനം എടുക്കണം. അതിപ്പോൾ സെൻസസ് ഡ്യൂട്ടി ആയാലും കൊള്ളാം, എന്ത് ഡ്യൂട്ടി ആയാലും കൊള്ളാം. അപ്പോൾ ഇത് പറയാൻ കാരണം,
അവളിനി എന്നെ വല്ലതും പറയുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾക്ക് സ്ട്രെസ് ഉണ്ടായി. ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് സ്ട്രെസ്സായി. എങ്ങനെ ഇത് തീർക്കും, ഞാനിതെങ്ങനെ ചെയ്യും, ഓഫീസിലും പോകണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, ഞാനിതെങ്ങനെ ചെയ്യുമെന്നുള്ള സ്ട്രെസ്സ് കാരണം ആരോഗ്യമൊക്കെ അങ്ങ് അവതാളത്തിലായി. തലകറക്കമായി, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഓഫീസിൽ പോകാൻ പറ്റാതായി, പിന്നെ സെൻസസ് എടുക്കാൻ പോകാൻ പറ്റാതായി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നങ്ങ് തീരുമാനിച്ചു. അതിനുശേഷം വില്ലേജ് ഓഫീസിലും തഹസിൽദാരോടും ഒക്കെ വിളിച്ച് പറഞ്ഞു, സാറേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അവരൊഴിവാക്കത്തില്ല. അപ്പോൾ വീണ്ടും സ്ട്രെസ്, അയ്യോ ഇനി ഞാനിത് ചെയ്യണമല്ലോ എന്നുള്ള ആ സ്ട്രെസ്സ് കാരണം വീണ്ടും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ജോലി കിട്ടുമ്പോൾ എൻജോയ് ആയിട്ടത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കണം എന്നുള്ള ഒരു സ്വയം തീരുമാനം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, ഈ വീഡിയോ എനിക്ക് എഡിറ്റൊന്നും ചെയ്തിടാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ്, അമ്മയുടെ ഒപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിടുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. ഓക്കെ, താങ്ക് യു.